ഹലോ മൈ ഡിയർ ഓൾ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മഹാരാഷ്ട്രയുടെ തന്നെ ഒരു സ്നാക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ പേരാണ് ദശ്മി. ഇതിൽ ചേർക്കാനുള്ള ഒരു അരോമ പൗഡർ ഞാൻ തയ്യാറാക്കി കാണിച്ചു തരാം. ആദ്യം അതിൽ ഞാൻ ഒരു സ്പൂണ് പെരിഞ്ജീരകവും ഒരു 5-6 ഏലക്കായും എടുത്തിട്ട് ഒന്ന് പൊടിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂണ് ചുക്ക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പും. ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിക്കോളൂ. ഒരു ബൗള് ഗോതമ്പ് മാവ്, ഒരു ബൗള് ശർക്കര ചീവിയതാണ്, ഒരു 2 ടേബിൾ സ്പൂൺ കടലമാവ്, 2 ടേബിൾ സ്പൂൺ റവ, പിന്നെ ഒരു ബൗള് വെള്ളം. അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ശർക്കര ഇട്ടിട്ട് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ശർക്കര നന്നായിട്ട് അലിയിച്ചെടുക്കണം. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് അരിച്ചെടുക്കട്ടെ കേട്ടോ. എന്താ വെച്ചാൽ അതിൽ വല്ല ശർക്കരയിൽ കരടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ നോർമലി ശർക്കര വാങ്ങിച്ചാൽ അങ്ങനെ കരടൊന്നും ഉണ്ടാവാറില്ല. എന്നായാലും പരീക്ഷിക്കണ്ടല്ലോ, ഒന്ന് നോക്കാം നമുക്ക്. പക്ഷെ അതിൽ കരടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ശർക്കര തന്നെയാണ്. അപ്പം ഞാൻ തിരിച്ച് ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് ആ അരോമ പൗഡറും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ. നന്നായിട്ട് തിളക്കട്ടെ. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഈ മാവൊക്കെ ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് മാവും റവയും കടലപ്പൊടി ഒന്ന് അരിച്ച് ചേർത്താൽ നല്ലതാണ്, ഒരു ചരടിയിൽ ഇട്ടിട്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചേർത്തത് കൊണ്ട് ഓരോരോ അലിയാതെ കിടന്നു ഓരോന്ന് കേട്ടോ. അത് നമുക്ക് ലാസ്റ്റിൽ എടുത്ത് കളയാമില്ലെങ്കിൽ. ഇനി ഇത് അടുപ്പത്തു നിന്ന് മാറ്റി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കണം. ഞാൻ അങ്ങനെ ഒരു 15 മിനിറ്റ് അത് അടച്ചു വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഇത് ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് കൊട്ടാം. അങ്ങനെ പരന്ന പാത്രത്തിലേക്ക് കൊട്ടിയിട്ട് ഒരു 2 സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ചൂടൊന്ന് ആറട്ടെ, എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമുക്ക്. ഇപ്പോഴും നല്ല ചൂടുണ്ട്, ഒന്ന് ആറട്ടെ അത് കേട്ടോ. നമ്മൾ എത്രത്തോളം നന്നായിട്ട് കുഴയ്ക്കണോ അതിലാണ് അതിൻ്റെ സോഫ്റ്റ്നെസ് കിടക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരു 15 മിനിറ്റോളം ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ആ ഡോ നല്ല സോഫ്റ്റ് ആവണ വരയ്ക്ക് ഇതുപോലെ കുഴച്ചിട്ട് വേണം അത് ഉണ്ടാക്കാൻ. ഇടയ്ക്ക് ഇതാ കയ്യിൽ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്, ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ റവയും കടലമാവും കൂടി ഗോതമ്പ് മാവിൽ ചേർത്തിട്ടല്ലേ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെ കടലമാവും റവയൊന്നും ചേർക്കണം എന്നൊന്നുമില്ല, വെറും ഗോതമ്പ് കൊണ്ടും ഉണ്ടാക്കാം നമുക്ക്. പിന്നെ വേറെ ഏതെങ്കിലും മാവ് ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട്. മിക്സായിട്ട് പല മാവുകൾ ചേർത്തിട്ടും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ചിലവർ ഗോതമ്പ് മാവിൻ്റെ കൂടെ ജൗരിയോ ബാജറയോ അതും ഒക്കെ ചേർക്കാറുണ്ട്. അങ്ങനെ ഞാൻ ആ ഡോവിനെ ഒരു 15 ഉരുളകളായിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഒരു 15 ദശമി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഇത് കട്ടിയായിട്ട് ഉണ്ടാക്കാം, നമുക്ക് കട്ടി കൂടാതെ ഉണ്ടാക്കാം, തിന്നായിട്ട് അല്ല മീഡിയം സൈസിൽ ഉണ്ടാക്കാം, ഒക്കെ അവരവരുടെ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയതും വളരെ തിന്നായിട്ടുള്ള ദശമിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇതിന് അകത്ത് വേറൊരു രീതിയിലും കൂടി കാണിച്ചു തരാം. കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് മാവും കൂടിയിട്ട് തൂവിയിട്ട് വീണ്ടും നമ്മൾ പൊറോട്ട ഉണ്ടാക്കില്ലേ, പ്ലെയിൻ പൊറോട്ട, അതുപോലെ ഉരുട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ചതുരത്തിലുണ്ടാക്കാം, പിന്നെന്താ വെച്ചാൽ ട്രയാങ്കിൾ ഷേപ്പിലുണ്ടാക്കുക, പൊറോട്ട ഉണ്ടാക്കണ പോലെ അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കുക. പിന്നെ ഇതൊന്നും ചെയ്യണമെന്ന് ആവശ്യമില്ല, നെയ്യൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതല്ലേ, അതുകൊണ്ട് വെറുതെ ചപ്പാത്തി പരത്തണ പോലെ പരത്തിയിട്ടും ഉണ്ടാക്കാം.
എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഒക്കെ ഓരോരുടെ ഇഷ്ടം പോലെ ഉണ്ടാക്കും എല്ലാവരും. ഈ പലഹാരത്തിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ ഇത് നമുക്ക് ഒരാഴ്ചയിൽ മേലെ വെളിയിൽ തന്നെ പാത്രത്തിലാക്കി അടച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതാണ്. യാത്രാവേളയിലൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്ന സാധനമാണ്. ട്രെയിൻ യാത്രയിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. വിശപ്പും മാറും. ഗോതമ്പ് മാവല്ലേ, വിശപ്പും മാറും. അതേസമയം ഇതിനൊരു കൂട്ടാൻ്റെ ആവശ്യമില്ല, പിന്നെ ഇത് കേടുവരുമില്ല. അതുകൊണ്ട് നമുക്ക് ഇത് യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഉണ്ടാക്കി കൊണ്ടുപോകാൻ വളരെ നല്ലതാണ്. വെളിയിൽ നിന്നും ആഹാരം വാങ്ങി കഴിക്കണ്ടെന്ന് തോന്നുന്നവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയാൽ, അതുപോലെ കുട്ടികൾക്ക് ടിഫിനിൽ കൊടുക്കാനും വൈകുന്നേരത്തെ സ്നാക്കായിട്ട് ഉപയോഗിക്കാനും ഒക്കറ്റിനും നല്ലതാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ഞാൻ 2-3 ഷേപ്പിലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഷേപ്പിലും കിടക്കട്ടെ അതല്ലേ. ആർക്ക് ഏത് ഷേപ്പ് ഇഷ്ടം കഴിക്കാനോ വെച്ചാൽ അത് എടുത്ത് കഴിച്ചോട്ടെ. കുറച്ച് സ്ക്വയറിലും കുറച്ച് ട്രയാങ്കിളിലും കുറച്ച് റൗണ്ടിലും ഒക്കെ കിടക്കട്ടെ. പിന്നെ ഈ ദശമിയും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ തരണം കേട്ടോ എനിക്ക്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പോഴല്ലേ എനിക്ക് വീണ്ടും വീണ്ടും ഇതേപോലെയുള്ള വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അത് സ്ക്വയറിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കേട്ടോ. 2-3 സ്ക്വയറിൽ ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. ചൂടോടുകൂടി ഡബ്ബയിലിട്ട് അടച്ച് വെക്കരുത്. ആവി വെള്ളം വീണിട്ട് അത് കേടുവരാം. അങ്ങനെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഒരു അടപ്പുള്ള പാത്രം എടുത്തിട്ട് അതിൻ്റെ താഴെ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ കിച്ചൺ ടവലോ എന്തെങ്കിലും അതിൻ്റെ താഴെ വെച്ച് അതിൻ്റെ മേലെ ഈ ദശമിയെല്ലാം വെച്ച് നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം അടച്ച് വെക്കുക. ഉപയോഗിക്കുമ്പോൾ വേണമെങ്കിൽ നമുക്കൊന്ന് ചൂടാക്കിയിട്ടും എടുക്കാം, ചൂടാക്കാതെയും കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.